ഒരു മഹാക്ഷേത്രമുണ്ട്. അപ്പോൾ അതുപോലൊരു എന്താ പറയുക, അവിടെ എന്ന് പറയുമ്പം ഭയങ്കര ഒരു എന്താ പറയുക, വേൾഡ് ടൂറിസം സെൻറ്റർ പോലെ തന്നെ. ഇതൊരു അൺറേറ്റഡ് സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അധികം ആൾക്കാർക്ക് അറിയത്തില്ല. ഈ സ്ഥലത്തിൻ്റെ കീർത്തി എല്ലാവരും അറിയണം. ഇത് അഭിഷേകും മാധവുമാണ്. ഇത് പാപ്പനംകോട് നമുക്കിവിടെ ഈ ബാലാലയത്തിന് തൊട്ടടുത്തൊരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, അവിടെ പഠിക്കുകയാണ്. അഭിഷേക് പഠിക്കുന്നത് മെക്കാനിക്കൽ സ്ട്രീം. ഞാൻ മെക്കാനിക്കലാണ് പാസ് ഔട്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഇവരെ ഇവിടെ പിടിച്ചു നിർത്തിയെന്ന് അറിയാമോ? നമ്മുടെ ഈ തലമുറയിൽപ്പെട്ട പലർക്കും ഈ ഹിന്ദു ധർമ്മം എന്നല്ല, ദൈവത്തോട് വിശ്വാസമല്ല, അമ്പലത്തിൽ പോകാൻ അങ്ങനെ കുറച്ച് പേരെങ്കിലും ഉണ്ടാകും. അങ്ങനെ എനിക്കിവിടെ ഒരു വ്യത്യാസം തോന്നി. ആ വലിയ തലമുറയിൽപ്പെട്ടവരല്ലാതെ ചെറിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ വരുന്നതുകൊണ്ടാണ് ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചത്. എന്തായാലും അഭിഷേകിൻ്റെ നെറ്റിയിൽ ഒരു ചന്ദനമുണ്ട്. ഞാൻ അങ്ങനെയാണ് ചോദിച്ചു തുടങ്ങിയത്. ഇതൊരു ഫാൻറ്റസി അല്ലല്ലോ, ഇത് സീരിയസ് ആയിട്ടല്ലേ? അങ്ങനെയല്ലേ അഭിഷേക്? അതെ അതെ, സീരിയസ് ആയിട്ട് തന്നെയാണ്. അപ്പം നമുക്കിപ്പോൾ അറിയാം ഈ ഒരു സമൂഹത്ത് എത്രത്തോളമാണ് നമ്മൾ സംസ്കാരം അന്യായി പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ബാക്ക് ടു റൂട്ട്സ് എന്ന രീതിയിൽ തന്നെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള അവസരങ്ങൾ മാക്സിമം നമ്മൾ ഉപയോഗിക്കും. പിന്നെ ആദ്യമായിട്ടൊരു അനുഭവമാണ് ഇങ്ങനെയുള്ളത്. അപ്പം എൻ്റെ സ്ഥലം ചെങ്കലാണ്. അപ്പോൾ അവിടെയും ഒരു മഹാക്ഷേത്രമുണ്ട്. അപ്പോൾ അതുപോലൊരു എന്താ പറയുക, അവിടെ എന്ന് പറയുമ്പം ഭയങ്കര ഒരു എന്താ പറയുക, വേൾഡ് ടൂറിസം സെൻറ്റർ പോലെ തന്നെ. ഇതൊരു അൺറേറ്റഡ് സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അധികം ആൾക്കാർക്ക് അറിയത്തില്ല. ഈ സ്ഥലത്തിൻ്റെ കീർത്തി എല്ലാവരും അറിയണം. അപ്പോൾ ഇങ്ങനൊരു സ്ഥലം എനിക്ക് ഇവിടെ നമുക്ക് അറിയാൻ പറ്റി, വന്നതിന് വളരെ സന്തോഷമുണ്ട്. അഭിഷേകം നടത്താൻ പറ്റി, ഭഗവാനോട് അലിഞ്ഞു ചേരുക എന്നുള്ളതൊക്കെ പറയുന്നില്ലേ, ആ ഒരു അനുഭൂതിയാണ് തോന്നുന്നത്. നന്നായി സംസാരിക്കുന്നു അഭിഷേക്. എനിക്ക് തോന്നുന്നത് അതായത് ഇങ്ങനെ ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. കുറവാണ് അങ്ങനെയുള്ളവരെ മീറ്റ് ചെയ്തത്. മാധവിന് എന്താണ് അഭിപ്രായം? മാധവ് പാസ് ഔട്ട് ചെയ്ത ആളാണ്. ഇതുവഴി പഴയ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇവരുമായിട്ടൊന്ന് കൂടാൻ വേണ്ടി വന്നതാണ്. എന്താണ് അഭിപ്രായം? ആക്ച്വലി എൻ്റെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഈ ആത്മീയം എന്ന് പറയുന്നത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ വലിയ പൂപ്പനെയൊക്കെ സമാധി ഇരുത്തിയ ആളാണ്. അപ്പം അവിടെ ഞാൻ ആ രീതിയിൽ കൊച്ചിലെ തൊട്ട് തന്നെ ഈ ഒരു ദൈവത്തിനടുത്തുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ പൂജാപരമായിട്ടുള്ള ഞാൻ കൂടുതൽ ഭജന ഇതൊക്കെ ആയിട്ടുള്ളതാണ് ചെയ്യുന്നത്. അതിലൂടെയാണ് താല്പര്യം. അപ്പം ഇതേപോലത്തെ ആത്മീയ കാര്യങ്ങളിലും താല്പര്യമുണ്ട്. പൂജ ചെയ്യാറുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ വെച്ചിട്ട് ഞാനിവിടെ വന്നു, അപ്പോൾ കണ്ടു. അപ്പോൾ നല്ലൊരു ഇതായിട്ടാണ് തോന്നിയത്. കാരണം നമ്മുടെ ഇപ്പം ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ആരാണ് അല്ലെങ്കിൽ അത് എന്താണ്, അതിൻ്റെ ആവശ്യം എന്താണെന്നൊന്നും ഇവിടെ ഹിന്ദുക്കൾക്ക് പോലും അറിയില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ബാക്കിയുള്ളവർ നമ്മളെ അടിച്ചേൽപ്പിച്ച് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുകയും നമ്മളെ മാച്ചുകളെ നോക്കുകയും ചെയ്യും. അപ്പം അതെല്ലാം ഈ ഒരു ചെറിയ സ്റ്റെപ്പെങ്കിൽ ആ സ്റ്റെപ്പിലൂടെ ആയിരിക്കും മാറി വരുന്നത് ചിലപ്പോൾ ഒരു ഫ്യൂച്ചറിൽ. അപ്പം കൂടുതലും യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ചെറുപ്പക്കാർ വന്ന് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവരുടെ മൈൻഡ് സെറ്റ് എല്ലാം മാറി കുറച്ച് പോസിറ്റിവിറ്റിയും കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ അതിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം ഭയങ്കര സന്തോഷം തോന്നുന്നു. കാര്യം എനിക്കുണ്ട് ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ. അപ്പോൾ അവരോടത്തൊക്കെ പലപ്പോഴും വിളക്ക് കൊളുത്ത് ഇത് ചെയ്യും നമ്മൾ നിർബന്ധപൂർവ്വം പറയേണ്ടുന്ന ഒരു സാഹചര്യം എന്നെപ്പോലുള്ള പല അമ്മമാർക്കും ഉണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള മക്കളുണ്ട് എന്നറിയുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ്, ഒരു വലിയ പ്രതീക്ഷയാണ്. സനാതന ധർമ്മത്തിനുള്ള മുതൽക്കൂട്ടാണ് ഈ കുഞ്ഞുങ്ങൾ. എന്തായാലും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു.